രാഹുൽ, ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെ പുലർച്ചെ മുതൽ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്ന് പറയുന്നു. അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ? കാരണത്തെപ്പറ്റി എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല. കാരണം രക്ഷാപ്രവർത്തനം ഈ തീ കെടുത്താനുള്ള ആ ഒരു പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കുറച്ചപ്പുറം ഈ കരയ്ക്ക് നിന്ന് കുറച്ചപ്പുറത്തേക്കുള്ള വള്ളത്തിൽ ഇപ്പോഴും തീനാളങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, കത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും സമാന്തരമായി ഒരു ബോട്ട്, അതായത് പെട്രോളിംഗ് ബോട്ടാണ്, പോലീസിൻ്റെ പെട്രോളിംഗ് ബോട്ട് സമാന്തരമായി ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ശ്രമത്തിലാണുള്ളത്. ഈ കാണുന്ന ആ ബോട്ടിൽ തീ കൂടി കെടുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായി തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് സാധിക്കും. കാരണം ആദ്യഘട്ടത്തിൽ ഈ തീ പിടിച്ച സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ബോട്ടുകൾ അഴിച്ചു വിടുന്നതാണ് ഇതിൻ്റെ ആദ്യഘട്ടം. കാരണം മറ്റ് ബോട്ടുകളിലേക്ക് തീ പടരാതിരിക്കാൻ അങ്ങനെ ബോട്ടുകൾ അഴിച്ച് വിട്ട ഘട്ടത്തിൽ കുറച്ചകലേക്ക്, അതായത് ഈ കരയിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയ ആ ബോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് വെള്ളം എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു. നമ്മൾ ആദ്യഘട്ടം മുതൽ കാണുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ പൊട്ടിത്തെറി സാധ്യതകളൊക്കെ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം പോലീസിൻ്റെ പെട്രോളിംഗ് ബോട്ട് ഉപയോഗിച്ച് ഇപ്പോൾ ഈ കത്തുന്ന ബോട്ടിന് സമാന്തരമായി അത് ഇട്ടതിന് ശേഷം വെള്ളം ഇപ്പോൾ എന്തായാലും അവിടേക്ക് എത്തിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് ശേഷമാകും കാരണം എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തതയുണ്ടാകുക. പിന്നീട് പ്രധാനമായി പറയാനുള്ളത്, ഇപ്പോൾ ഒരു ബോട്ട് ഉടമ ആൻ്റണി നമ്മോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും നാട്ടിലേക്ക് പോകുന്നൊരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഈ ബന്ധങ്ങളെല്ലാം, കണക്ഷനെല്ലാം വിച്ഛേദിച്ചിരുന്നു. മറ്റൊന്ന്, അത്തരത്തിൽ ഗ്യാസ് കുറ്റികളെല്ലാം ഓഫ് ചെയ്ത നിലയിലായിരുന്നു. തീയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഉറപ്പാക്കിയിരുന്നു. ഇതിനെല്ലാം അപ്പുറത്തേക്ക് നനഞ്ഞു കിടക്കുകയാണ്. മത്സ്യബന്ധനം കഴിഞ്ഞെത്തിയ ബോട്ടുകളാണ്. വലയാകട്ടെ അല്ലെങ്കിൽ വള്ളമാകട്ടെ നനഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തീയുടെ സാന്നിധ്യം എത്താതെ ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാകില്ല. അപ്പോൾ പല സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. വലിയ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. എന്നുള്ളതാണ് പ്രധാനം. രാഹുൽ, ഒരു നിമിഷം ഞാൻ രാഹുലിലേക്ക് തിരിച്ചു വരാം. രാഹുൽ, ഈ പറഞ്ഞ കാര്യം, ആ ബോട്ട് ഉടമയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. നേരത്തെ രാത്രി 2 മണിക്കാണ് ഇവിടെ വിളിച്ച് പറഞ്ഞു, മെക്കാനിക്കാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ബോട്ട് കത്തുന്നുണ്ട്, നിങ്ങളുടെ ബോട്ടിന് തൊട്ട് അപ്പുറത്താണ് കത്തുന്നത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബോട്ടിൽ തീ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന അറിയുന്നത്. ഇപ്പോൾ 3-3:30 ഇവിടത്തേക്ക് പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. സ്ഥിരമായിട്ട് ഇവിടെ നങ്കൂരമിട്ട് ഇവിടെ ഞാൻ ബോട്ട് ഇറക്കി 2.5 വർഷം കൊണ്ട് ഇവിടെ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതിന് ഫുൾ സേഫ്റ്റിയാണ് ഇപ്പോൾ ഇവിടെ. ഇതിപ്പം ഇങ്ങനെ വരാൻ കാരണം വെച്ചാൽ ഈ രാത്രി 2 മണിക്ക് പോയി 12-1 മണി ആ സമുദ്രം കറക്റ്റായിട്ട് കത്തുന്ന ആ ടൈം നോക്കുമ്പോൾ ആ രാത്രി 12 അത്ര തണുത്ത സമയത്ത് ഇങ്ങനെ വെറുതെ ഒന്നും കത്തത്തില്ല. നമ്മളൊരു തീക്ക് ചൊറിഞ്ഞ് ചെറുതായിട്ട് അങ്ങനെ ഒന്നും കത്തത്തില്ല. എന്തെങ്കിലും വലിയ രീതിയിലൊരു തോത് തീ കത്തിയാൽ മാത്രമേ ഈ വലകൾ നനഞ്ഞിരിക്കുന്ന സാധനം പെട്ടെന്ന് കത്തണമെങ്കിൽ അത്രയും വേണമല്ലോ. അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് ഇത് സംശയമുണ്ട്. സംശയം ചെറുതല്ല, അത് അങ്ങനെയാണ്. ഇപ്പം ആരെയും നമുക്ക് ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്വേഷണം വേണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അന്വേഷണം വേണം. അന്വേഷിക്കാതിരുന്നത് എങ്ങനെ ശരിയാണ്? അത് വെറുതെ ഒന്നും നശിക്കത്തില്ല. ഇതെല്ലാം ഇത്രയും കേരളത്തിൽ ഇങ്ങനത്തെ 15 ബോട്ട് ഇത് എൻ്റെ അറിവിൽ ഇത്ര ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത്ര പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെല്ലാം വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരെയും വിശ്വസിക്കാനും പറ്റത്തില്ല. ഇതൊന്ന് കാണും. വലയെല്ലാം നശിച്ചല്ലേ? ജീവിതം എല്ലാം പോയി.